ലേഡീസ് എല്ലാവരും ഇപ്പൊ എന്തായാലും അടുക്കളയിലായിരിക്കും അല്ലെ? എല്ലാവരും ഓണത്തിന് സദ്യ ഒരുക്കാനും പായസം വെക്കാനും ഒക്കെ തിരക്കിലാണ്. അപ്പൊ ഞങ്ങളും എത്തിയിട്ടുണ്ട് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിൽ. എന്നോടൊപ്പം സന്ധ്യ ചേച്ചി ഉണ്ട്. ചേച്ചി, നമുക്ക് ഇന്ന് എന്താണ് ഓണത്തിന് ഒരു പായസം തന്നെ വെച്ചു കൊടുക്കാം അല്ലെ? അതെ. അപ്പൊ എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിപ്പോ ഇവിടെ ഒരു ചെട്ടിനാട് സ്റ്റൈൽ പാൽ പായസം, അതായത് ഫ്രൂട്ട് പായസം. ഫ്രൂട്ട് പായസമാണ്. എന്തായാലും ഹെൽത്ത് ബെനിഫിറ്റുമായിട്ട് എപ്പോഴും വരുന്ന ചേച്ചി ഇന്നും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പായസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ റെഡിയാണ്, നട്ട്സ് റെഡിയാണ്, ഇതെല്ലാം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ചേച്ചി ആരോഗ്യ കൗമുദി വിട്ടൊരു കളിയില്ല ഓണത്തിന് പോലും. അത്രയ്ക്ക് അങ്ങോട്ട് പറയണ്ട. എന്നാലും സാരമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ വായിൽ വെള്ളം ഊറിയിട്ട് വയ്യ. കാരണം നമുക്ക് എല്ലാം ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ അടുത്തിരിക്കുന്നത്. ഒന്ന് കൈ എത്തിയാൽ മതി, നമുക്ക് കഴിക്കാം അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നോക്കാം. ഒരുപാട് സമയമൊന്നും ചെലവാക്കുന്നില്ല. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആരൊക്കെയോ കണ്ടോ, അവിടെ അവർ റെഡി ആയിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഉണക്കമുന്തിരി വേണം കുറച്ച്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, മിൽക്ക് മെയ്ഡ്, അത് മധുരത്തിന്. ഇത് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാൻ മിൽക്ക് മെയ്ഡേ പറയത്തുള്ളൂ, കാരണം കുറച്ചുകൂടെ നല്ലത് ടേസ്റ്റി ആയിട്ടുള്ളത് അതാണ്. പിന്നെ പാല്, പിന്നെ ഡേറ്റ്സ്, നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴം. പിന്നെ വേണ്ടത് പച്ചരി. പച്ചരി അല്ലേ? പച്ചരി. ഓക്കെ. പച്ചരി കുതിർത്തതാണോ? ഇതിനി പച്ചരിയും ഏലക്കയും കൂടെ നമ്മള് കുതിരാനിടണം. ഓക്കെ. പച്ചരി ഏലക്കയും കൂടെ കുതിരാനിട്ടിട്ട് അത് 1 മണിക്കൂറൊക്കെ, 1 മണിക്കൂർ കുതിരാനിടണം. പിന്നെ ആൽമണ്ടും നമ്മുടെ കാഷ്യൂവും കൂടെ കുതിരാനിടണം. ഓക്കെ. ഇതാണ് ആദ്യത്തെ പ്രോസസ്. ഓക്കെ. അപ്പൊ ഒരു സ്പെഷ്യൽ പായസം തന്നെ. ആൽമണ്ടും കാഷ്യൂവും കുറച്ച് മുന്തിരി, അതും കൂടെ കുതിരായിടണം. എന്നിട്ട് ഈ പച്ചരിയും ഇതും കൂടെ നമ്മൾ ഏലക്കയും കൂടെ കുതിര ഇടുവല്ലോ, അതിനെ നമ്മൾ അരച്ചെടുക്കണം ആദ്യം. അരച്ചെടുക്കുക. ബാക്കി ഞാൻ വേറെ 3 സംഭവങ്ങൾ പറഞ്ഞല്ലോ, ആൽമണ്ടും കാഷ്യൂവും പിന്നെ ഈ മുന്തിരി, അതും കൂടെ കുതിര ഇട്ടിരിക്കുകയായിരിക്കും. അതിനെയും കൂടെ അരച്ചു വെക്കുക. ഇത് സെപ്പറേറ്റ് അരക്കണം. ഓക്കെ ചേച്ചി, അപ്പം അത് കുതിർക്കാൻ വെക്കണം, അരക്കണം അല്ലെ? ആദ്യം എങ്ങനെയാണ്, എന്താണ് നമുക്ക് സ്റ്റാർട്ട്? നമുക്ക് പാല് ഒരു 1.5 ലിറ്റർ, ഒരു 3/4 ലിറ്റർ പാലുണ്ട്. 1 ലിറ്റർ ആണ് നോർമലി എടുക്കാൻ, നമുക്ക് കുറച്ചല്ലേ ഉണ്ടാക്കണം. അപ്പൊ നമ്മളൊരു 3/4 ലിറ്റർ പാലെടുക്കുക. പാല് നമ്മള് ഒഴിക്കണം അല്ലേ? ഐശ്വര്യമായിട്ട് കത്തിച്ചോളൂ. നമുക്ക് പാല് തിളപ്പിക്കാം. പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോ പാല് തിളപ്പിക്കാൻ വെച്ചു. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി കുതിരാനിട്ടതും അതിൻ്റെ അകത്ത് ഏലക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് അത് ചെയ്തിട്ട് വന്നാലോ? പോയിട്ട് മിക്സി ആകത്തല്ലേ? അതെ. ഓക്കെ, അത് പോയി ചെയ്തിട്ട് വരാം കേട്ടോ. ഇതും പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ആൽമണ്ടും കൂടെ കുതിരാനിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ. അപ്പൊ ഇതിപ്പോ അരി അരച്ചതും നമ്മുടെ ഏലക്കയും കൂടെ അല്ലേ ബ്ലെൻഡ് ചെയ്തതാണ്. ഓക്കെ. അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കാതെ ഇച്ചിരി പാലൊഴിച്ച് അരച്ചാലും കുഴപ്പമില്ല. ശരി ശരി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് അല്ലേ, അരി, അതായത് പച്ചരിയാണ്. പച്ചരിയും നമ്മുടെ ഏലക്കയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല മഷി പോലെ അരയണമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ മഷി പോലെ അരച്ചിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഡയറക്റ്റ് ഒഴിക്കും. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നമ്മുടെ ആൽമണ്ടും മുന്തിരിയും മറ്റേ ഉണക്ക മുന്തിരിയും
കാഷ്യൂ എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കുതിർത്തിട്ടല്ലേ കുതിർത്തിട്ടാണ്. കുതിർത്തിട്ടാണ് നമ്മളിപ്പോ കൊണ്ടുപോയി കുതിർത്തിട്ടതിന് ശേഷമാണ് ആൽമണ്ടും മുന്തിരിയും കാഷ്യൂനട്ടും എല്ലാം കൂടി അരച്ചു വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് ആദ്യം പറഞ്ഞ പായസത്തിന്റെ പേരെന്തായിരുന്നു? ചെട്ടിനാട് പായസം. ഓ ഓക്കെ. ചെട്ടിനാടാണോ? ചേച്ചിയുടെ നാട് ചെട്ടിനാടാണോ? അയ്യോ അല്ല, ഇവിടുത്തെ വേണം. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മള് ചെട്ടിനാട് ആ രീതിയിലുള്ള സാരിയൊക്കെ ഉടുപ്പിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് വന്നത്, ഇനി തമിഴത്തി വല്ലതും ആണോ ഈ കൂടെ നിൽക്കുന്നത്? അങ്ങനെ നല്ല കുറുകി വരുന്നുണ്ട് കണ്ടോ. അപ്പം തീ നന്നായിട്ട് കുറച്ചിട്ട് ഇങ്ങനെ അധികം കട്ട കെട്ടാതെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനം ആൽമണ്ടും, അതാ ഞാൻ പറഞ്ഞ പെട്ടെന്നാവുന്ന ഒരു സാധനമാണ്. ഇതിപ്പോ ആയി അല്ലേ? അതെ, ഓൾമോസ്റ്റ് ആയി. അപ്പൊ ഇതിങ്ങനെ ഇതെല്ലാം കൂടെ കട്ടിയായിട്ട് അല്ലെ കുറുകി വരും അല്ലെ? ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പാലെടുത്തു, പാല് തിളപ്പിച്ചു, അതിനുശേഷം അരിയും നമ്മുടെ ഏലക്കയും കൂടി കുതിരാൻ വെച്ചിരുന്നു. 1 മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി. അത് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് അരച്ചെടുക്കുക. അത് അതിനോട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ബദാമും കൂടി കുതിരാൻ വെച്ചിരുന്നു. നല്ല റിച്ച് ആണ് കേട്ടോ. നല്ല പ്രോട്ടീൻ, നല്ല വൈറ്റമിൻസ് എല്ലാം കിട്ടുന്ന ഒരു പായസമാണ്. എന്തായാലും കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോ നല്ലൊരു, ഇപ്പൊ മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ട്, മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് കുതിരാൻ വെക്കുക. നിറയെ ഡേറ്റ്സ് എടുക്കുക. എത്ര മധുരത്തിന് ആവശ്യമുണ്ട് അത്രയും ഡേറ്റ്സ് എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ മധുരമായി. ഓക്കെ. മധുരം വേണ്ടെന്നുള്ളവർക്ക്. പക്ഷെ സംഭവം കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ, പെട്ടെന്ന് കട്ടിയായി പോകും. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. പെട്ടെന്നാവും അല്ലെ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കുടിക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ പായസം ഒന്നും അധികം വെക്കാൻ അറിയത്തില്ല ചേച്ചി. പായസം ഞാൻ അങ്ങനെ വെക്കില്ല. പക്ഷെ സദ്യ ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഒരുവിധം അറിയാം. പിന്നെ ചിക്കൻ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. ഇപ്പൊ ഓണത്തിന് പായസം വയ്ക്കുന്നത് അത് ഇതുപോലെ ഇതിന്റെ പരുവം, കാരണം ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് സിമ്മായിട്ട് വെച്ചിട്ടേ ചെയ്യാവൂ. അപ്പൊ ആ ഒരു പരുവമൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പായസത്തിലോട്ട് കൈ കടത്താറേ ഇല്ല ഞാൻ. എനിക്ക് തോന്നുന്നു ചേച്ചി എങ്ങനെയാണ് വീട്ടില് പല ഡിഫറെന്റ് ആയിട്ടുള്ള പായസമൊക്കെ വെച്ച് കൊടുക്കുക? എന്തായാലും തിരുവോണത്തിന് മാത്രമല്ല, ഞാൻ കഴിവതും എനിക്ക് ഈ കുക്കിങ്ങിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പം സദ്യയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പായസം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ 3 പായസം എന്തായാലും എല്ലാ ഈ മാവിന്റെ സംഭവം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫംഗ്ഷനും 3 പായസം ഞാൻ മസ്റ്റായിട്ട് ഉണ്ടാക്കും. ഏതെങ്കിലുമൊക്കെ 3 പായസം. അപ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൂസായിട്ട് കഴിക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പാലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം. നമുക്കിനി അത് പെട്ടെന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റണം. കാരണം പുളിപ്പുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പം ഭയങ്കര ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പാല് പിരിഞ്ഞു പോകും. ഓ, പാലാണല്ലോ ഒഴിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ. അപ്പോ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയല്ലേ? അതെ. ഇനി നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. കുറച്ചായിട്ട് കുറച്ച് മതിയോ? അത് മൊത്തം കിട്ടോ. 1 അനാറാണ് എടുത്തിരിക്കുന്നത്. 1 അനാറ്, കുറച്ച് മുന്തിരി. എല്ലാം ഇടാനാണ്? എല്ലാം ഇട്ടോ.
അല്ലേ? നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇത് ചെയ്തിരിക്കണേ. ഓക്കെ. ഇതിൽ നിന്നും കുറച്ചുകൂടെ ചെറുതാക്കി അരിയാവോ എങ്ങനെയാണ്, അതോ നമ്മുടെ ഇഷ്ടാനുസരണം? മുന്തിരി ഇപ്പോ മറ്റേ കറുത്ത മുന്തിരി ഇപ്പോ ഭയങ്കര ചെറുതാ കിട്ടിയത്, അപ്പൊ പിന്നെ അത് അരിയേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്യാൻ പോവാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അത് രണ്ടും കൂടി എങ്ങനെയാണ് നെയ്യിൽ വറുത്തിട്ട്, അതും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പായസത്തിന്റെ ടേസ്റ്റ്, അതായത് കേരളത്തിൽ നമ്മളിപ്പം ചെട്ടിനാട് സ്റ്റൈലാണ് ചെയ്യുന്നത്. ചെട്ടിനാട് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നെയ്യ് യൂസ് ചെയ്യാറില്ല. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വെറുതെ അങ്ങ് ഇടാറാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഓ അതെ അതെ അതെ. നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മുടെ പായസങ്ങളിലെല്ലാം നെയ്യ് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. എന്നിട്ട് ഇതിനെ ശരിക്കും ഇത് യൂസ് ചെയ്യേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു ഡെസേർട്ട് പോലെ യൂസ് ചെയ്യേണ്ടത്. ഓ ഓക്കെ. അതായത് നമ്മുടെ ഈ സദ്യയുടെ അടുത്ത് നമുക്കൊരു ഡെസേർട്ട് വെക്കുക എന്നുള്ളതാണ്. ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. വളരെ ഒരു 5 മിനിറ്റ്സ് അല്ലേ, ഒരു 10 മിനിറ്റ്സ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ അരി അരച്ചൊഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് വേവാനുള്ള ഒരു സമയം എടുക്കത്തേ ഇല്ല. ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴത് തന്നെ അതങ്ങ് കുറുകി അങ്ങ് വരും. അപ്പോഴും തന്നെ റെഡിയാവും. ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. അതെ. ഓക്കെ. അപ്പൊ ഓണത്തിന് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് ഫ്രൂട്ട് പായസം എന്ന് പറയുന്നത്. അത് ചെട്ടിനാട് പായസമാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് നമ്മുടെ കേരളത്തിന്റെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ഇതിനെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അത് ഇവിടെ വയ്ക്കാം അല്ലേ? ഇതിപ്പോ നമ്മൾ നെയ്യ് വറുത്തിടുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുറച്ച് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെയ്യ് ഇടട്ടെ. നെയ്യ്. ഓക്കെ. ഇനി നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. കാഷ്യൂനട്ടും മുന്തിരിയും കൂടിയാണ് ഇനി ഇതിൽ കിടന്നിങ്ങനെ വറുത്ത് എടുക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഈ പാത്രത്തിലോട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ. ഐശ്വര്യമായിട്ട് ഒഴിച്ചോളൂ. ആഹാ, കാണാൻ തന്നെ എന്തൊരു ഭംഗിന്നറിയാവോ? അപ്പോ ഫ്രൂട്ട് പായസം ഇവിടെ റെഡിയാണ്. ഇതിന്റെ ഏറ്റവും ഐശ്വര്യമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതായത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. അതെ, ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പാത്രം എടുത്തോണ്ട് വന്നിട്ട് പെട്ടെന്നാകട്ടെ. അതെ, നേരത്തെ എനിക്ക് കൊതി ഊറി വയ്യായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഡെസേർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. ഓ വരട്ടെ. ഓക്കേ. തണുത്തു ഏകദേശം അല്ലേ? കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ഈ ട്രിവാൻഡ്രത്തുകാർ പറയും പോലെ അയ്യമ്മാ, സത്യമായിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ആയില്ലേ?
എനിക്കറിയാം അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഓടി ഈ വിഭവം കാണാനായിട്ട് ഓടി വന്ന കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ? അതെ, ഈ ഓണത്തിന് എന്തായാലും എന്റെ ഈ വിഭവം ഉണ്ടാക്കി നോക്കണം. അതെ, ഉണ്ടാക്കി നോക്കണം കേട്ടോ, പാവം പിണക്കരുതേ. അപ്പോൾ ഏറ്റവും നല്ലൊരു എന്താ പറയാ, ഒരു ഡെസേർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പായസം എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കി തന്ന സന്ദേശിച്ചിക്ക് ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ.